ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്കിന്നേ തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടി നല്ലൊരു മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഇന്ന മീനൊന്നും ഇല്ല കേട്ടോ. ഏത് മീനായാലും ഓക്കെയാണ്. വലിയ മീനായാലും ചെറിയ മീനായാലും ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം എനിക്കിന്നിവിടെ കിട്ടിയിട്ടുള്ള മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ അയലക്കുട്ടിയുണ്ട്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെത്തോലിയുണ്ട്. രണ്ടും കൂടെ മിക്സാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിന് എങ്ങനെയാണ് മസാല തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണോളം ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക് തീ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളെ കറിയുടെ ടേസ്റ്റൊക്കെ തന്നെ അങ്ങ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് വെച്ച് ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും ഒന്ന് ചെറുതായിട്ട് പൊട്ടി മൂത്ത് വരുമ്പോൾ അതിലേക്ക് 10-12 ചെറിയ ഉള്ളിയും 8-10 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അധികം വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ മീൻകറി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കുകയും ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിനാവശ്യത്തിന് 1.5 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തത്. കൂടെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുരുമുളക് പൊടിയാണ്, അത് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അധികം വഴറ്റി നമുക്കിത് അധികം വെന്ത് വരെയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും അധികം നേരം ഇട്ട് നമുക്ക് ചൂടാക്കേണ്ട, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കാം കേട്ടോ. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് ഈ അരപ്പൊന്ന് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എത്രത്തോളമാണ് കറി ആവശ്യമുള്ളത് അതിനനുസരിച്ച് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് കഴുകി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മളിപ്പോൾ അധികം വെള്ളം ആയാൽ പോലും പേടിക്കേണ്ടതില്ല. നമ്മൾ ഈ തേങ്ങ അരച്ച് വെക്കുന്നത് പോലെ തന്നെ നല്ല കുറുകി വരും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം നല്ല തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഓക്കേ.